ഒരിക്കൽ വ്ളാഡിമിർ ലെനിന് ഒരു കത്ത് വന്നു. റഷ്യയിലെ ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു പെൺകുട്ടി അയച്ച കത്താണെന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി മാരകമായ അസുഖത്തിന് അടിമയാണ്. ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടും. അതിനു മുൻപ് ലെനിൻ അങ്കിളിനെ നേരിട്ട് കാണണമെന്നതാണ് അവസാനത്തെ ആഗ്രഹം. ഇതായിരുന്നു ആ കത്തിന്റെ ചുരുക്കം. ലെനിൻ ആ പെൺകുട്ടിയെക്കുറിച്ചും ആശുപത്രിയെക്കുറിച്ചും അന്വേഷിക്കുകയും പെൺകുട്ടിക്ക് മുന്നിൽ എത്തുകയും ചെയ്തു. മരണത്തോട് പൊരുതിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ സന്തോഷം അവിടെ എല്ലാവരുടെയും കണ്ണു നിറച്ചു. പൊടുതനെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പെൺകുട്ടി തന്റെ ഒരു ആവശ്യം അറിയിച്ചത്. ലെനിനങ്കിൾ, എനിക്ക് വേണ്ടി ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. മാതാപിതാക്കളടക്കം എല്ലാവരും ആ പെൺകുട്ടിയെ അതിശയത്തോടെ നോക്കി. ലോകത്തെ ഏറ്റവും ഉറച്ച ഒരു യുക്തിവാദി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മാർക്സിസ്റ്റാണ്, ഒരു കമ്മ്യൂണിസ്റ്റാണ്. ആ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയോടാണ് പെൺകുട്ടി പറയുന്നത് തനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന്. ഒരിക്കലും നടക്കാത്ത, അന്നുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ലെനിൻ മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ഈ കഥ. പിന്നീട് ഒരിക്കൽ ഒരഭിമുഖത്തിൽ ചോദ്യത്തിന് മറുപടിയായി ലെനിൻ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്റെ വിശ്വാസത്തോടൊപ്പം പ്രജകളുടെ വിശ്വാസത്തെയും സംരക്ഷിക്കാനും ഉൾക്കൊള്ളാനും ബാധ്യസ്ഥനാണ് എന്ന്. സമകാലിക ലോകത്ത് പലരും മറന്നുപോകുന്നതാണ് ഈ ചിന്ത. എങ്ങനെ